നമസ്കാരം. സിറോ മലബാർ സഭയുടെ ചിക്കാഗോ രൂപതയുടെ ആദ്യത്തെ ജ്ഞനായ വികാരി ജനറൽ, അമേരിക്കയിലെ വിവിധ ജ്ഞനായ മിഷനുകളുടെ അമരക്കാരൻ, നവമാധ്യമങ്ങളുടെ അനന്ത സാധ്യത തിരിച്ചറിഞ്ഞ് അവയെ സഭയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കുമായി പ്രയോജനപ്പെടുത്തുന്ന വൈദികൻ, തൻ്റെ ഭൗതിക സ്വത്തുക്കൾ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി നൽകിയ നല്ലിടയൻ, കോട്ടയം അതിരൂപതയുടെ വിവിധ സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളെ ഉന്നതിയിലേക്ക് എത്തിച്ച ഇടയ ശ്രേഷ്ഠൻ. വിശേഷണങ്ങൾ ഏറെയാണ് കേരള സഭയുടെ, ഭാരതസഭയുടെ തന്നെ അഭിമാനമായ ഫാദർ എബ്രഹാം മുത്തോലത്തിന്. അച്ഛൻ തന്നെ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്, നമ്മോട് മനസ്സ് തുറക്കുകയാണ്. അച്ഛാ, സ്വാഗതം. താങ്ക് യു. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഇന്ന് കേരള സഭയ്ക്ക്, ഭാരതസഭയ്ക്ക്, ആഗോള സഭയ്ക്ക് തന്നെ വലിയൊരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ആ തുടക്കത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ ആ ഒരു ദൈവവിളി അച്ഛൻ തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം ഒന്ന് പങ്കുവയ്ക്കാം. അതിന് കൃത്യമായിട്ടുള്ളൊരു നിമിഷം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരുടെ ഒരു മകനായിട്ട് ജനിച്ചതുകൊണ്ട് ചെറുപ്പം മുതലേ വൈദികരോടുള്ള സ്നേഹവും ബഹുമാനവും എൻ്റെ കുടുംബത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ വല്യമ്മ എന്നെ മടിയിലിരുത്തി പ്രാർത്ഥിപ്പിക്കുമ്പോൾ മകനെ ഒരു വൈദികനാക്കണമേ എന്ന് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് അറിയത്തില്ല വൈദികൻ. ഞാനോട് ചോദിച്ചു, ഇതെന്നെ എന്നെ വൈദികനാക്കാനാണെന്നാണോ, അല്ല അച്ഛനാക്കാനാണ്, പുരോഹിതനാക്കാനാണെന്ന് പറയുമായിരുന്നു. അപ്പോൾ മുതൽ ഇതാണല്ലോ എൻ്റെ മാതാപിതാക്കന്മാരുടെ ആഗ്രഹമെന്ന് എനിക്ക് തോന്നും. അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാർ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും, വൈദികരെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അത് ഉടനെ അങ്ങനെ പറയാൻ പാടില്ല, അവർ ഈശോയുടെ പ്രതിനിധികളാണ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ കുർബാനയ്ക്ക് ദേവാലയ ശുശ്രൂഷയായിട്ട് ആദ്യം സുറിയാനി പഠിച്ചു, പിന്നെ അന്നേരത്തേക്ക് മലയാളമായി. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ കുർബാനയ്ക്ക് കൂടും. അപ്പം അച്ഛന്മാർ കാപ്പയൊക്കെ ഇട്ട് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുമ്പം ഭാവിയിൽ എനിക്കും ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. പിന്നെ എൻ്റെ അധ്യാപകർ വൈദികരെക്കുറിച്ച് നല്ല കാര്യം പറയുന്നു. ഇവനൊരു വൈദികനാകാൻ യോഗ്യനായ ഒരു പയ്യനാണെന്നൊക്കെ പരസ്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ വൈദികർ ഞങ്ങളുടെ ഇടവക വികാരിയായിട്ട് വരുന്നു. അപ്പം അവരെ ആളുകൾക്കും മറ്റ് യുവതീമാർക്കും ഒക്കെ വലിയ സ്നേഹവും ബഹുമാനവും കാണുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്കൊരു പുരോഹിതനാണെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. മാത്രമല്ല, മിഷൻ ലീഗിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ഒരു ആത്മസംതൃപ്തി എനിക്ക് പ്രത്യേകമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷ ഒരു നല്ല ആനന്ദം തരുന്നതാണെന്നുള്ളൊരു ഫീലിങ്ങിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളിലൊക്കെ മിഷണറിമാർ വൈദികനാകാൻ ആഗ്രഹിക്കുന്നവർ പേര് കൊടുക്കാനും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഹൈസ്കൂളിൽ വെച്ച് തന്നെ ജെസ്യൂട്ട് സഭയിൽപ്പെട്ട ഒരു വൊക്കേഷൻ പ്രൊമോട്ടറിൻ്റെ അടുക്ക് പേര് കൊടുക്കുകയും ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നു, കുഞ്ഞു മിഷണറി മാസിക വായിക്കുന്നു. പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അങ്കിൾ എനിക്ക് പ്രേക്ഷിതയുള്ള മാസിക വായിക്കാൻ തരുന്നു. അങ്ങനെ ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ വായിച്ചത് കൊണ്ട് വൈദികനാകണം, അതാണ് എൻ്റെ വിളി എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകുന്നു. 10ാം ക്ലാസ്സിൽ വൈദിക സെമിനാരിൽ അഡ്മിഷൻ കിട്ടുന്നു. അസത്തിൽ അന്ന് ഈശോ സഭയിലെ ഗുജറാത്ത് മിഷനിൽ ആണ് എനിക്ക് ആദ്യം അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ ഞാനത് അപ്പോഴാണ് എൻ്റെ ഫാദർ അത് നിർബന്ധം പറഞ്ഞു, അത് വേണ്ട, ഗുജറാത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നെ കാണാൻ ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് രൂപതയിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ എനിക്കതൊരു വലിയ കൺഫ്യൂഷനായി. ഞാൻ പിന്നെ പല അച്ഛന്മാരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് അവസാനം ഒരു തീരുമാനമെടുത്തു, രൂപതയിൽ തന്നെ ചേരാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ ദൈവവിളിയിലേക്ക് വരുന്നത്. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കാര്യം, അച്ഛൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഒരു ചുരുങ്ങിയ വർഷങ്ങൾക്ക് ഉള്ളിൽ കുറച്ച് വർഷങ്ങൾ അച്ഛൻ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അച്ഛൻ മീഡിയ പഠിക്കാൻ പോയി. പ്രത്യേകിച്ച് ഈ 1987 ആ ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ടെലിവിഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഷ്വൽ മീഡിയ അത്ര ഒരു പ്രചാരത്തിൽ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ വൈദികർ സഭയുമായി ബന്ധപ്പെട്ട ഒരു ഉപരിപഠനത്തിലാണ് പോകാനുള്ള സാധ്യത. പക്ഷെ എന്തുകൊണ്ടാണ് അച്ഛൻ മീഡിയ, പ്രത്യേകിച്ച് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, അതും അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ആദ്യമായിട്ട് തന്നെ എനിക്ക് സെമിനാരിൽ ചേരുമ്പോൾ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതിൻ്റെ കാരണം സെമിനാരിയിൽ ആദ്യം ചെല്ലുമ്പോൾ ഒരു ധ്യാനമുണ്ട് മൈൻഡർ സെമിനാരിൽ. ആ ധ്യാനത്തിന് എനിക്ക് വായിക്കാനായിട്ട് സെമിനാരി റെക്ടർ തന്ന ഒരു പുസ്തകം ആവൃത്തിക്കുള്ളിൽ എന്ന് പറയുന്നൊരു പുസ്തകമാണ്.
അത് 2 വൈദിക വിദ്യാർത്ഥികൾ മംഗലപ്പുഴ സെമിനാരിൽ വൈദികരാകുമ്പോൾ അവരുടെ പൗരോഹിത്യ സ്വീകരണ സ്മാരകമായിട്ട് എഴുതിയ പുസ്തകമാണ്. അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു പ്രചോദനം, ഞാനും അച്ഛനാകുമ്പോഴേക്കും അതുപോലെ എന്തെങ്കിലും ഒരു പുസ്തകം എഴുതാനായിട്ട് പറ്റണം. ഞാനന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് മലയാളം എനിക്ക് അത്ര വശമല്ല, മലയാളം അറിയാമെങ്കിലും എഴുതാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു താല്പര്യത്തിൽ എഴുതി ശീലിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ തിയോളജിയിലായപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതി. അതായത് എൻ്റെ ഫിലോസഫിയിലെ തീസിസായിട്ട് ആ ഒരു മോട്ടിവേഷനിൽ എല്ലാവരും 1 കൊല്ലം കൊണ്ട് പഠിക്കുന്നത് ഞാൻ 2 കൊല്ലം കൊണ്ട് ദി ആർട്ട് ഓഫ് ലീഡർഷിപ്പ് ഇൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നുള്ള തീം എടുത്തുകൊണ്ട്, അന്ന് എൻ്റെ തീസിസിൻ്റെ ഡയറക്ടറായിരുന്നു ഇപ്പോഴത്തെ ബിഷപ്പായിരിക്കുന്ന തോമസ് ചക്കിയാത്ത് പിതാവായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം അതിന് പ്രോത്സാഹനം നൽകി, അങ്ങനെ നിങ്ങൾക്ക് നേതാവാകാമെന്നുള്ള പുസ്തകം സെമിനാരി വെച്ച് തന്നെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഴുതാൻ കഴിവുണ്ട്. അപ്പം പ്രേക്ഷിത കേരളം മാസികയിൽ കൊച്ചച്ഛൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്തൂടെ ലേഖനം എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ സത്യദീപം, കർമ്മല കുസുമം ഇങ്ങനെയുള്ള മാസികകളിലൂടെയൊക്കെ ലേഖനങ്ങൾ എഴുതുന്നത് കൊണ്ട് അഭിനന്ദ കുന്നശ്ശേരി പിതാവ് എന്നെ രൂപതയുടെ പത്രമായ അപ്പനാദേശിൻ്റെ എഡിറ്ററായിട്ട് നിയമിച്ചു. അപ്പോൾ അതിലൂടെ വന്നപ്പോഴാണ് എനിക്ക് പഠിക്കാനായിട്ടുള്ള അവസരം പിതാവ് തരുന്നു. അപ്പോൾ അതുകൊണ്ട് പിതാവിൻ്റെയും പ്രതീക്ഷ ഞാൻ പോയി പത്രപ്രവർത്തനം പഠിച്ചു വന്നിട്ട് ഈ പത്രത്തിൻ്റെ ഒന്നുകൂടി ഹയർ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നാണ്. പക്ഷെ അപ്പോഴാണ് TV നമ്മുടെ നാട്ടിലെ പ്രചാരം തുടങ്ങി. മിക്കവാറും വീടുകളൊന്നും TV ആയിട്ടില്ല. പള്ളികളിലൊക്കെ അച്ഛന്മാരൊക്കെ ചിലരൊക്കെ TV മേടിക്കാൻ തുടങ്ങി. TV വന്നപ്പോഴേ ആദ്യം മേടിച്ച ആൾ ഞാനാണ്. ചെറുപ്പത്തിൽ സിനിമ കാണാനൊക്കെ എനിക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ട് വിഷ്വൽ മീഡിയയുടെ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവേ ഇനിയൊരു ഭാവിയുള്ളത് ഈ ഒരു ഫീൽഡും കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ TV പ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചോട്ടെ. എൻ്റെ ബ്രദർ അന്ന് ലോസ് ആഞ്ചലസിലുണ്ട്. അപ്പോൾ ലോസ് ആഞ്ചലസിനാണല്ലോ ഹോളിവുഡ്. അപ്പോൾ എൻ്റെ ബ്രദർ എനിക്ക് അവിടുന്ന് ലയോള മേരിമൺ യൂണിവേഴ്സിറ്റിയിലെ കാറ്റലോഗ് അയച്ചു തന്നു. അപ്പോൾ അതിനകത്ത് TV പ്രൊഡക്ഷൻ്റെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിതാവിനോട് പറഞ്ഞു എനിക്ക് ഈ വിഷയം എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ചലഞ്ചിങ് ആയിരുന്നു, കാരണം കോമ്പറ്റീറ്റീവാണ്, അത്ര പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുകയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ ഭാഷ, പ്രത്യേകിച്ച് ഒരു നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് ശീലമില്ലാത്തത് കൊണ്ടും ഗ്രാമറൊക്കെ കറക്റ്റാണെങ്കിലും അവർ ഇംഗ്ലീഷിൻ്റെ കൂടുതൽ സ്റ്റഡീസ് നടത്തി. പിന്നെ BA-ക്കുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ അന്ന് NBC, CBS, CBC, ABC എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയുള്ള നമുക്ക് ആകെ ദൂരദർശനം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി കോളേജ്, പിന്നെ കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി BA-ക്കുള്ള കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ട് ലയോള യൂണിവേഴ്സിറ്റി ചെന്നപ്പം അവർ അഡ്മിഷൻ തന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ പിന്നെ TV പ്രൊഡക്ഷൻ പഠിക്കാൻ പറ്റി. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, പ്രത്യേകിച്ച് ഈ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട്. ഈ നവമാധ്യമങ്ങളുടെ അനന്ത സാധ്യതകൾ അച്ഛൻ എപ്പോഴും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ AI സാങ്കേതികവിദ്യ. അച്ഛൻ തന്നെ നിരവധി വെബ്സൈറ്റുകളുടെ ഒരു അഡ്മിനായിട്ട് അല്ലെങ്കിൽ വെബ് മാസ്റ്ററായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തോട്ട്, ഈ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു കാലത്തിനൊരു ചൂട് മുമ്പേ നടക്കുക എന്നുള്ളൊരു ശൈലി അച്ഛൻ അവലംബിക്കാനുള്ളൊരു കാരണം എന്താ? എനിക്കെപ്പോഴും ഒരു ലോങ് ടൈം വിഷനിൽ ചിന്തിക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിത ശൈലി തന്നെ. ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്നത് തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ഒരു വലിയ കമ്പ്യൂട്ടർ ഇരിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. അകലിൽ നിന്ന് കമ്പ്യൂട്ടർ കാണിച്ചത്. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് 87-ൽ ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ എൻ്റെ ചേട്ടൻ്റെ ഒരു സുഹൃത്ത് ഒരു പഴയൊരു കമ്പ്യൂട്ടർ ഗിഫ്റ്റായിട്ട് തന്നു. അത് യൂസ്ഡ് കമ്പ്യൂട്ടറാണ്, വലിയൊരു കമ്പ്യൂട്ടറാണ്. അന്നൊക്കെ 5.25 ഇഞ്ചിൻ്റെ ഫ്ലോപ്പി ഡ്രൈവ് ഒക്കെ ഇട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊന്നുമല്ല, അത് വലിയ. പക്ഷെ അത് വളരെ അതിനുശേഷം ഞാൻ ഉടനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഏത് വേണമെങ്കിൽ കോഴ്സ് എടുക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കുന്നു. അന്ന് വെഡ് സ്റ്റാർ, ലോട്ടസ് 1, 2, 3, DBase ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡെസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ മാത്രം ഞാൻ കമ്പ്യൂട്ടറിൽ പഠിച്ചു. പിന്നെ അത് എനിക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം പിന്നെ ഞാൻ തന്നെ സ്വയം പഠിച്ചെടുക്കുകയാണ്. അപ്പം കമ്പ്യൂട്ടറിൽ നിന്നുള്ള പിന്നെ പുസ്തകങ്ങളെടുത്ത് വായിക്കും. പിന്നീട് യൂട്യൂബായി ക്രമേണ അപ്പോൾ അതിലൂടെ ഞാൻ വെബ്സൈറ്റ് ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വന്തമായിട്ട് ഓരോ വെബ്സൈറ്റുകൾ ഡ്രാഫ്റ്റ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. അതിലൂടെ ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്ത് പല വെബ്സൈറ്റുകളുണ്ടാക്കി. ലേറ്റസ്റ്റ് ആയിട്ട് bible.interpretation.ai ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തന്നെ വെബ്സൈറ്റും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതെല്ലാം സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ?
അതെ, ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചപ്പോൾ എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ മീഡിയ ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കേറ്ററായിട്ട് ഞാൻ കാണുന്നത് ഈശോയാണ്. കാരണം ഈശോ ഉപയോഗിക്കാവുന്ന അന്നത്തെ കാലത്തെ ഉള്ള എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ചാണ് ഈശോ പഠിപ്പിച്ചത്. കാരണം അന്നത്തെ ആളുകൾക്ക് ചിലതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഉപമകളിലൂടെ, ചില കഥകളിലൂടെ, ചില അലിഗറി ഉദാഹരണങ്ങളിലൂടെ, നാടകീയമായ സംഭവങ്ങളിലൂടെ പഠിപ്പിച്ച പല കാര്യങ്ങളും ഇന്നും വളരെ ആളുകൾക്ക് ഓർത്തിരിക്കാനും പ്രസക്തവുമാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് ആനുകാലികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ മാത്രമാണിത്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം ആളുകളിൽ എത്തിക്കണം. അത് പള്ളികളുടെ വെബ്സൈറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലേഖനങ്ങൾ, ഇതൊക്കെ ഏറ്റവും ആധുനിക രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ഉപയോഗിച്ചത്. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ആദ്യ കാലഘട്ടത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ, പിന്നീട് അച്ഛൻ അമേരിക്കയിലെ പഠനത്തിന് ശേഷം KCVLൻ്റെ ഡയറക്ടറായിട്ട് കുറേ കാലം പ്രവർത്തിച്ചു. പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കോട്ടയത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക മേഖലയുടെ തന്നെ ഒരു മുഖച്ഛായ മാറ്റിമറിച്ചതാണ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി. 94 അച്ഛൻ അതിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ തന്നെ ഒരു വഴിത്തിരിവായി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതൊരു ആകസ്മികമായിട്ട് വന്നതാണ്. കാരണം ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പം എന്നെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായിട്ട് പിതാവ് നിയമിക്കുന്നു. അന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നും രൂപതയിലില്ല, ഈ പത്രമൊക്കെ അല്ലാതെ. അതുകൊണ്ട് പിതാവ് എന്നോട് പറഞ്ഞു, എനിക്കും എന്താണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോട്ടയം കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ് ഞാനൊരു പ്രോഗ്രാം തുടങ്ങി. അധികം നാൾ നിന്നില്ല. കാരണം ഉടനെ KCVLൻ്റെ അല്ലെങ്കിൽ രൂപതയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചാർജ് ഏൽപ്പിച്ചു. കാരണം ഞാനന്ന് നേതൃത്വ പരിശീലനം, ബൈബിൾ ഗെയിംസ്, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതിയതും ഗെയിംസൊക്കെ നടത്തുന്നത് കൊണ്ടും അങ്ങനെയുള്ള ചാർജ് തരുന്നു. അപ്പോഴാണ് 94 ചൈതന്യ തിരുഹൃദയക്കുന്നിലായിരുന്നത് തെള്ളകത്തേക്ക് മാറ്റുന്നു. അപ്പോഴാണ് അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിട്ട് പിതാവ് എന്നെ നിയമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വർഷം തന്നെ നവംബർ മാസമായപ്പോഴേക്കും അതിൻ്റെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരുന്ന ഒരു മേലടത്തച്ഛനുണ്ട്, അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു പകരം എന്നോട് അതിൻ്റെ ചുമതലയേക്കാൻ പറയുന്നു. പക്ഷേ ഞാൻ സോഷ്യൽ സർവീസ് ഒന്നും പഠിച്ചിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പിതാവിനോട് അന്ന് ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം ഇനി ഞാൻ പഠിക്കാത്ത ഒരു ഫീൽഡ് എടുത്താൽ എങ്ങനെയാവുമെന്ന് അറിയാൻ പാടില്ല. പിതാവ് പറഞ്ഞു, ഞാൻ എല്ലാ പിന്തുണയും തരാം, അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റും, അച്ഛൻ ധൈര്യമായിട്ട് എടുക്കാൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ചാരിറ്റിയെക്കുറിച്ചാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ ചാരിറ്റി ബേസ്ഡ് ആയിട്ട് അന്നത്തെ രീതിയിൽ കുടിവെള്ള പദ്ധതി, വീട് വെക്കാനുള്ള സഹായം, ലാറ്റിൻ പണിയാനുള്ള സഹായം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ്. അതിനുവേണ്ടി ഫണ്ടിങ് ഏജൻസികളെ സമീപിക്കുമ്പോൾ അവർ പറയും, ഇങ്ങനെയുള്ളതൊന്നും അല്ല ഞങ്ങൾ തരുന്നത്, ആളുകളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ തുടങ്ങാം. അങ്ങനെയാണ് സോഷ്യൽ സർവീസ് ഫീൽഡിലേക്ക് ഞാനൊരു പുതിയ അപ്രോച്ച് കൊണ്ടുവരികയാണ്. സോഷ്യൽ സർവീസ് ഏജൻസികൾ എന്ത് പഠിപ്പിക്കുന്നോ അത് ഞാൻ നന്നായിട്ട് നോട്ട് എഴുതി പഠിച്ചിട്ട് അതനുസരിച്ച് അവർ പറയുന്ന പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു, അതനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സോഷ്യൽ സർവീസ് ഫീൽഡിലേക്ക് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നമ്മളിപ്പം ഇതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. കോട്ടയം KSSൻ്റെ ഈ കാർഷിക മേള, അത് കോട്ടയത്തിൻ്റെ കാർഷിക ചരിത്രത്തിൻ്റെ ഒരു തിലകക്കുറി തന്നെ തിരുത്തി കുറിച്ചൊരു വിപ്ലവകരമായിട്ടുള്ളൊരു ആരംഭം തന്നെയായിരുന്നു. അത് തുടങ്ങാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അതിനൊരു പ്രത്യേക കാര്യം ഉണ്ടായത്, നമ്മൾ ഈ ചൈതന്യ പാസ്റ്റർ സെൻറ്റർ അന്ന് എന്നെ ഏൽപ്പിക്കുമ്പം ഒരു പാടം നികത്തി എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതേസമയത്ത് കെട്ടിടത്തിൻ്റെ കുറേ ഭാഗമേ പണിതിട്ടുള്ളൂ. ബാക്കി ഭാഗം പണിയുമ്പോൾ കാരിത്താസ് കുന്നിൽ നിന്ന് കൊണ്ടുവരുന്ന മോശം മണ്ണിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന് വിചാരിച്ച് കപ്പ, ചേന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിട്ട് അതെല്ലാം മുരടിച്ച് നിൽക്കുന്നു. മാത്രമല്ല കെട്ടിടത്തിൻ്റെ ഭംഗിക്ക് പോരാ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അടുത്തുള്ള ഒരു നഴ്സറിയിൽ ചെന്നിട്ട്, അഗ്രികൾച്ചർ നഴ്സറിയിൽ ചെന്നിട്ട് അവിടുന്ന് കുറേ ചെടികൾ, അപ്പോൾ അതിൻ്റെ വിചാരിക്കുന്നത് മാവ്, പ്ലാവ്, അതുപോലെ തന്നെ പൂച്ചെടികൾ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നത് മനോഹരമാക്കുകയും ഫലഭൂയിഷ്ടമാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു ഗാർഡനറെ ഹയർ ചെയ്തു. അപ്പോൾ ആ ഗാർഡനർ പറഞ്ഞു, അങ്ങനെ ഒന്നും വെച്ചാൽ ശരിയാകില്ല, നമുക്ക് നല്ലൊരു ഗാർഡൻ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മളൊരു ഈ കുടയൊക്കെ വെച്ച് ആൾക്കാർക്ക്, പിള്ളേർക്ക് ഇരുന്ന് ക്യാമ്പ് നടത്തുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ സ്റ്റൈലായി. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ പിതാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു, ഇത് ഒരു പാസ്റ്റർ സെൻ്ററിനെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാക്കുകയാണ്. അപ്പം പിതാവ് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പരാതി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അത് നേഴ്സറി ആയിട്ട് തന്നെ അങ്ങ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതൊരു വരുമാന മാർഗ്ഗം ഉണ്ടാകുന്നത് പിതാവിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ കാർഷിക മേള എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു. കാരണം പള്ളികൾക്കൊക്കെ ഉത്സവം ഉള്ളതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വേണം എന്നുള്ളൊരു വിചാരമാണ് ആദ്യം ഉണ്ടായത്. അതിലൂടെ തന്നെ
ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്വയാശ്രയ സംഘങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവരൊക്കെ ഈ അടുക്കളയിൽ ഒതുങ്ങി കഴിയുന്ന സ്ത്രീകളും വൈകല്യങ്ങളുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ, കർഷകർ, പ്രായം ചെന്നവർ, അപ്പോൾ ഇവർക്കെല്ലാം ഒരു വേദിയിൽ വന്ന് അവതരിപ്പിക്കാനുള്ള ഒരു നല്ല അവസരം ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ അവരെല്ലാം വേദിയിൽ വന്നപ്പോൾ അവരും അഭിമാനത്തോടു കൂടി വന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നു. അതിനെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ള കലാപരിപാടികൾ വെക്കുന്നു, അപ്പോൾ മറ്റ് സ്റ്റാളുകൾ വെക്കുന്നു. അങ്ങനെ ആണ് ആദ്യം ഒരു കാർഷിക മേള ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞ് പിറ്റത്തെ വർഷം 1997 പിന്നെ 98, 99, 2000 അത്രയും 4 വർഷത്തേക്ക് ഞാൻ ആ കാർഷിക മേള നടത്തി. ഓരോ വർഷവും മെച്ചപ്പെട്ടു വന്നു. എല്ലാം നവംബർ മാസത്തിലായിരുന്നു. അതിനുശേഷം എൻ്റെ പിന്നാലെ വന്ന ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, പിന്നീട് ഫാദർ ബിൻസ് ചേത്തൽ, ഇപ്പം സുനിൽ പെരുമാനൂർ അച്ഛൻ, അങ്ങനെയുള്ളവരെല്ലാം അതിനേക്കാൾ ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ഓരോ വർഷം കൂട്ടിക്കൊണ്ടു വന്നു. അങ്ങനെയാണത് 25ാമത്തെ ആഘോഷമായിട്ട് വന്നത്. ഇടയ്ക്ക് കോവിഡ് മൂലം 2-3 വർഷം മുടങ്ങിപ്പോയി. അത് എല്ലാ വർഷവും അല്ലാതെ മുടങ്ങാതെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു ഭിന്നശേഷിക്കാരുടെ ഒരു കാര്യം. അധികം പേർക്കും അറിയില്ലാത്ത അച്ഛനെ പറ്റിയുള്ളൊരു രഹസ്യം എന്ന് പറയുന്നത്, അച്ഛൻ തന്നെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അച്ഛൻ്റെ ഭൗതിക സ്വത്തുക്കൾ, പിതൃസ്വത്തായി ലഭിച്ച സ്വത്തുക്കൾ വരെ അത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായിട്ട് കൊടുക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു വെച്ചാൽ അതിനെ അച്ഛനെ പ്രേരിപ്പിച്ചൊരു ചേതകകാരം എന്തായിരുന്നു? വാസ്തവത്തിൽ ഈ സോഷ്യൽ സർവീസിൽ വരുന്നത് വരെ ചാരിറ്റിക്കൊന്നും കാര്യമായിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു താല്പര്യമുള്ള ആളായിരുന്നില്ല ഞാൻ. അച്ഛനാകണം, വൈദിക ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആകസ്മികമായിട്ട് ഈ പറയുന്ന സോഷ്യൽ സർവീസ് ചുമതല എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞ് ഫണ്ടിങ് ഏജൻസികൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് വളരെ ഫലം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസിൽ വെച്ച് അന്തേരി ഹിൽഫൈ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ ധാരാളം ഫണ്ട് തരുന്നതാണ്, ഗവൺമെൻറ് ഫണ്ടാണ് മേടിച്ച് തരുന്നത്. അപ്പോൾ ആ ഏജൻസി സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ രൂപതകളിലെയും സോഷ്യൽ സർവീസ് ഡയറക്ടർമാർക്കും അവരുടെ ഒരു പ്രോജക്റ്റ് ഓഫീസർക്കും വേണ്ടിയിട്ട്, ഓരോ പ്രോജക്റ്റ് ഓഫീസർക്കും വേണ്ടിയിട്ട് ഒരു സെമിനാർ നടത്തുകയാണ്. ഒരു 3-4 ദിവസത്തെ ക്യാമ്പാണ്. അതിൽ ഞാനും പോയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫുമുണ്ട്. അത് ഡോക്ടർ പ്രഭാകർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന തൃശ്ശാപ്പള്ളിയിൽ നിന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുത്തപ്പം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ അച്ഛന്മാരെല്ലാം പറഞ്ഞു ഇതൊന്നും കേരളത്തിന് ബാധകമല്ല, ഇത്രയും ഭിന്നശേഷിക്കാരൊന്നുമില്ല. ഞാനും ഓർത്തു ശരിയാണ് അവർ പറയുന്നത്, പിന്നെ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, അതുകൊണ്ട് നമുക്കൊരു പ്രോജക്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ കോട്ടയം അതിരൂപതയിലുള്ള എല്ലാ പള്ളികളിലേക്കും ഒരു സർവേ നടത്തി. വെറുതെ ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ കാശ് മേടിക്കാൻ വേണ്ടിയാവും, അതല്ല, സർവേ നടത്തി ആ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകളെ എത്ര പേര് ഭിന്നശേഷിക്കാരുണ്ടെന്നുള്ളതിനെ കണക്കെടുപ്പിച്ചു. ആ കണക്കെടുപ്പിച്ച് അപ്പോൾ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ധാരാളം പേരുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അന്തേരി ഹിൽഫയ്ക്ക് അയച്ചു. അവർക്കത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. ഞാനും അതുപോലെ തന്നെ തിരുവനന്തപുരം ലത്തീൻ രൂപതയിൽ നിന്നാണെന്ന് അപേക്ഷ കൊടുത്തുള്ളൂ, ബാക്കി ആരും കൊടുത്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഒരു രൂപതയ്ക്കേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ സർവേ ബേസ്ഡ് ആയതുകൊണ്ട് ഒരു ഡോക്ടർ പ്രഭാകർ ഇമ്മാനുവലിനെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് അയച്ചു, കോട്ടയത്തേക്ക് അയച്ചു. അദ്ദേഹം വന്ന് ഇത് പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റാണ്, പക്ഷേ ഈ ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് തികയത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫണ്ട് കൂട്ടിത്തരികയാണ്. അത് എന്നിട്ട് ഞങ്ങൾ കൂടുതൽ പൈസ തന്നുകൊണ്ട് അവർ ആനിമേറ്റേഴ്സിനും അല്ലെങ്കിൽ ഫീൽഡ് വർക്കേഴ്സിനെ ഞങ്ങൾ ഹയർ ചെയ്ത് അവരെ തൃശ്ശാപ്പള്ളിയിൽ വിട്ട് ട്രെയിനിങ് കൊടുത്ത് 2 ആഴ്ചത്തെ ട്രെയിനിങ്ങാണ് കൊടുത്ത് അവർ തിരിച്ചു വന്നു. പക്ഷെ അതിനുശേഷം അവർ നടത്തിയ ആ വർക്ക് വളരെ എഫക്റ്റീവായി. അപ്പോഴാണ് ഞാൻ ഇവരുടെ വീടുകളിൽ ചെന്ന്, പ്രത്യേകിച്ച് ഒരു കുളന്തേ രാജ് എന്ന് പറയുന്ന ഒരു അച്ഛനാണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്. അദ്ദേഹം ഇതിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടി വരും. അദ്ദേഹവും ഞാനും ഒക്കെ ആയിട്ട് വീടുകളിലൊക്കെ ചെന്നപ്പോൾ ഇതിലൂടെ ഉണ്ടായ വ്യത്യാസം, പ്രത്യേകിച്ച് ഫാമിലികളിൽ പേരൻസ് സഫർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ദൈവം എന്നെ അങ്ങനെയല്ലല്ലോ സൃഷ്ടിച്ചത്. അപ്പോൾ എനിക്ക് ദൈവം ആരോഗ്യം തന്നത്, അവസരങ്ങൾ തരുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ അധ്വാനത്തിലൂടെ മാക്സിമം അധ്വാനിക്കുക, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ജീവിക്കുക, എന്നിട്ട് അത് മുഴുവനും ഇങ്ങനെയുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടുന്ന് പോകുമ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാരുതി കാർ ഉണ്ടായിരുന്നു. 1,15,000 രൂപയാണ് അതിന് കിട്ടിയത്. അത് മുഴുവനും ഞാൻ ഈ സ്വയാശ്രയ സംഘങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ട് 0 ബാലൻസുമായിട്ടാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്. കാരണം എനിക്കറിയാം അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോൾ പൈസ കിട്ടുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു ഫീലിംഗ് പണ്ടാണെങ്കിൽ എനിക്കങ്ങനെ തോന്നുകയില്ല. അപ്പോൾ അങ്ങനെ വന്നത് ഈ ഇങ്ങനെയുള്ള ആ കുട്ടികളുടെ വേദനകളും അവരുടെ മാതാപിതാക്കന്മാരുടെ സഹനങ്ങളും മനസ്സിലാക്കിയപ്പോഴാണ്. അമേരിക്ക തന്നെയാണെങ്കിലും അച്ഛൻ ഈ അവിടെ ജോലി ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവിടെ ജോലി ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കും. അച്ഛൻ്റെ പാസ്റ്റൽ കെയറിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഏണിങ്സ് അത് ഇവർക്കാണ് കൊടുക്കുന്നത്, ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? അതെ, 2001
ഞാൻ 2000-ലാണ് ഇവിടുന്ന് പോകുന്നത്. 2001 ഡിസംബറിലാണ്. അതുകൊണ്ട് 2001 തന്നെ ഞാൻ അഗാപ്പെ മൂവ്മെൻ്റ് എന്ന പേരിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അത് മറ്റുള്ളവരോടും പൈസ വാങ്ങിക്കാനല്ല, പക്ഷേ അതുവഴി വന്നാൽ ഉള്ളു ടാക്സ് എക്സംപ്ഷൻ കിട്ടത്തുള്ളൂ, ആരെങ്കിലും കൺട്രിബ്യൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇട്ടാലും. അപ്പോൾ അതുവഴിയായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു അഗാപ്പെ സെൻ്ററുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഈ അഗാപ്പെ പ്രവർത്തിക്കുക. അതിന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഞാൻ ഫണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും അഗാപ്പെ ഭവനുകൾ അല്ലെങ്കിൽ അഗാപ്പെ സെൻ്ററുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പം അതിന് വരുമാനം ഉണ്ടാകണമെങ്കിൽ എനിക്ക് പള്ളിയിൽ സേവനം ചെയ്താൽ മാത്രം പോരാ. തന്നെയല്ല, പള്ളിയിൽ ഒരുപാട് ചെയ്യാനില്ല, കാരണം ഞായറാഴ്ചകളിൽ മാത്രമേ അന്ന് കുർബാനയുള്ളൂ നമ്മുടെ ആളുകൾക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ബാക്കി ദിവസങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചാപ്ലൻസി കോഴ്സ് പഠിച്ച് 1 വർഷത്തെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിച്ച സർട്ടിഫൈഡ് ആണ്. സർട്ടിഫൈഡ് ആയിട്ട് ഫുൾ ടൈം ഹോസ്പിറ്റൽ ചാപ്ലൈനായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടും. ആ ശമ്പളം അഗാപ്പയിലേക്ക് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് ആരെങ്കിലും വീട് വഞ്ചരിപ്പിനോ അല്ലെങ്കിൽ മന്ത്രായിക്കോ ഹോസ്പിറ്റൽ വിസിങ്ങിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ വഞ്ചരിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതെല്ലാം ഇതിലേക്ക് കിട്ടും. എന്നിട്ട് അതുവഴിയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത്. ഈ അഗാപ്പെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാ. ആ ഒരു പേര് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതിന് കാരണം ഈ സ്നേഹത്തിൻ്റെ പല തലങ്ങളുണ്ട്. കാമം, പ്രേമം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മാതാപിതാക്കന്മാരുള്ള ഒരു ഫ്രറ്റേണൽ ലവ്, അങ്ങനെ വന്ന് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ത്യാഗോജ്വലമായ സ്നേഹം. അതാണ് ദൈവികമായ സ്നേഹം, ഈശോ കാണിച്ച സ്നേഹം. അപ്പോൾ അതുകൊണ്ട് ഈ അഗാപ്പെ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. അത് ഈ നിസ്വാർത്ഥമായ ത്യാഗത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ സ്ഥാപനത്തിലൂടെ കൊടുക്കുക. അച്ഛൻ പറഞ്ഞു അഗാപ്പെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത വിവിധ പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നിർണായകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന അഗാപ്പെ സെൻറ്റർ, ഗുഡ് സമരിറ്റൻ സെൻറ്റർ, ഇമ്പാക്ട് സെൻറ്റർ, ഒപ്പം തന്നെ തോളത്ത് ഓഡിറ്റോറിയം, അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാൻ വെച്ചു. അഗാപ്പെ സെൻറ്റർ ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായത്, ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞ് 2000 ചെന്ന് കഴിഞ്ഞപ്പം ഞാനിവിടെ തുടങ്ങി വെച്ച സ്വയാശ്രയ സംഘങ്ങളിൽ ഒന്ന് വാർദ്ധക്യത്തിലെത്തിയ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അവർ എൻ്റെ നാട്ടിലുള്ള ആ ഗ്രൂപ്പുകാർ എനിക്കൊരു ലെറ്റർ വികാരിച്ചൻ്റെ റെക്കമെൻഡേഷനോടുകൂടി എഴുതി അയച്ചു. എല്ലാവരോടും ഒപ്പിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി തന്നാൽ ഞങ്ങളിങ്ങനെ പല വീടുകളിൽ കൂടാതെ ഇവിടെ ഒന്ന് കൂടാമല്ലോ, അതിന് വെക്കാനുള്ള സാമ്പത്തിക സഹായം അച്ഛൻ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ അവധിക്ക് നാട്ടിൽ വരുന്നു. വികാരിച്ചനോട് പറഞ്ഞ് അവരെല്ലാം കണ്ട് വിളിച്ചു കൂട്ടി ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് പ്രത്യേക ലാൻഡ് ആരുടെയില്ല, ആരുടെയെങ്കിലും ലാൻഡ് ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കാം, പക്ഷേ ഞങ്ങൾക്കൊരു ആശാങ്കളത് പോലെ ഒരു ഷെഡ് ഉണ്ടാക്കി തന്നാൽ മതി, അതിനുള്ള എന്തെങ്കിലും പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ശാശ്വതമായൊരു പരിപാടിയല്ല, ഞാനിപ്പോഴും ലോങ് ടൈമിലാണ് കാണുക, ശാശ്വതമായിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-2 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു തന്ന് ഞാൻ ഷെഡ് പണി തരാമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി അന്വേഷിക്കാൻ പോകുന്നു. അപ്പോഴാണ് 40 സെൻറ്റ് സ്ഥലം ഒരാൾ അവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ 2 സെൻറ്റ് അല്ല 40 സെൻറ്റ് ഞാൻ വാങ്ങിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് പണമില്ല, ഞാൻ കടമെടുത്തിട്ട് അതങ്ങ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ അപ്പോൾ ഞാൻ തന്നെ കടലാസ് കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ വരച്ചു. ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിൻ്റെ മാസ്റ്റർ പ്ലാൻ അന്ന് ഞാൻ തന്നെ ഒരു സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കും. എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ താല്പര്യമുള്ള ആളാണ്, എൻ്റെ സമ്മാനം കിട്ടിയിട്ടുള്ള ചെറുപ്പം മുതൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ സ്കെച്ച് വരച്ചിട്ട് അതിനകത്ത് ഒരു ക്ലാസ് റൂം ഡിസൈൻ ചെയ്തിട്ട് അത് ആദ്യം പണിത് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 25ാമത്തെ വർഷം 2005 വന്നു. അപ്പോൾ ഞാൻ ബാക്കി ബിൽഡിംഗ് മുഴുവൻ പണിയാനുള്ള സാമ്പത്തിക സഹായം കൊടുത്ത് എൻ്റെ പൗരോഹിത്യ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് പള്ളി കുർബാന ചൊല്ലി അതിനുശേഷം ഈ ബിൽഡിങ്ങിൻ്റെ ബ്ലെസ്സിങ് അഭിനന്ദ കുന്നശ്ശേരി പിതാവ് നിർവഹിച്ച് കൈമാണി സാറ് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ആധാരം കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതായിരുന്നു എൻ്റെ സെലിബ്രേഷൻ. അതിനുശേഷമാണ് അഗാപ്പെ സെന്ററിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്ന് വിവരിക്കാൻ വെച്ചാൽ. അഗാപ്പെ സെന്ററിൽ പ്രധാനമായിട്ട് അന്ന് ഉദ്ദേശിച്ചത് സീനിയർ സിറ്റിസൺസിൻ്റെ മീറ്റിംഗാണ്, അവർ കൂടുമായിരുന്നു. അത് പക്ഷേ എല്ലാ പർപ്പസും കൂടി ആയിട്ട് ഉദ്ദേശിച്ചു. ഉദാഹരണമായിട്ട് ആ പ്രദേശത്തുള്ള ഫീൽഡ് വർക്കേഴ്സിൻ്റെയും ആനിമേറ്റേഴ്സിൻ്റെയും ട്രെയിനിങ് പ്രോഗ്രാം അവിടെ നടത്തുമായിരുന്നു. ആ പ്രദേശത്തുള്ള സ്വയാശ്രയ സംഘങ്ങളുടെ ചില മീറ്റിങ്ങുകൾ അവിടെ നടക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള വനിതകൾക്ക് തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടെ കൂടി നോട്ട്ബുക്ക് ഉണ്ടാക്കുക, മറ്റ് പല തരത്തിലുള്ള വരുമാന പദ്ധതികൾ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവരൊരു ഡേ കെയർ സെൻറ്റർ പോലെ, അതായത് ജോലിക്ക് പോകുന്നവർക്ക് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ടുള്ള പരിപാടിയായി. അതോടൊപ്പം തന്നെ CBRൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ എന്നുള്ള നിലയ്ക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചു. അപ്പോൾ കുട്ടികൾ വളരുന്നതനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ആശുപത്രികൾക്ക് വേണ്ടി കോഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഉണ്ടാക്കുക. അപ്പോൾ അതിനെ പറ്റിയ ആളുകളെ ഹയർ ചെയ്ത് അവർക്ക് ആ പരിശീലനം കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ ജോലി ചെയ്യുമ്പോൾ അതിലൂടെ വരുമാനം കിട്ടും. ആ വരുമാനം അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കും. കുറച്ച് അതിന് റണ്ണിങ് എക്സ്പെൻസസ് കൊടുക്കും. അവിടെ അത് സ്വയം പര്യാപ്തമാകാൻ തുടങ്ങി. മാത്രമല്ല അത് എക്സ്പെൻസീവാണ്. കാരണം എനിക്ക് ചിക്കാഗോയിൽ നിന്ന് കുറേ ആളുകളോട് കൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഈ വണ്ടിയിൽ ഈ കുട്ടികളെല്ലാം വീടുകളിൽ ചെന്ന് കൊണ്ടുവരും, അവരെ തിരിച്ചു കൊണ്ടുപോയാക്കും. തൊട്ടയലോക്കത്തുള്ളവർ മാത്രമേ നടന്നു വരുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വണ്ടിയെ കൊണ്ടുവരണം, ദൂരെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അഗാപ്പെ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. പിന്നീടാണ് ഗുഡ് സമരിറ്റൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ? അതിൻ്റെ ഒരു പ്രസക്തി ഒന്ന് പങ്കുവയ്ക്കാൻ വെച്ചു. ഗുഡ് സമരിറ്റൻ സെൻറ്ററും ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയിൽ വരുന്ന സംഗതികളാണ്. അതായത് എൻ്റെ ഫാദർ ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ലാൻഡായിട്ടും അല്ലെങ്കിൽ മറ്റമെന്ന് പറയും, പിന്നെ മറ്റ് കൃഷി സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളുള്ളത് കൊണ്ട് എൻ്റെ ഫാദറിനോട് ആരോ ഉപദേശിച്ചു, അങ്ങനെ അച്ഛനാണെന്ന് ഓർത്തുകൊണ്ട് അവന് വീതമൊന്നും കുറയ്ക്കരുത്, കൃത്യം പകുതി അവന് കൊടുക്കണം എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ഫാദർ എല്ലാം തന്നെയും വീതം കടകളുണ്ട്, വാടകയ്ക്ക് കൊടുക്കുന്ന കടകൾ, പാടം, മറ്റേ കൃഷി സ്ഥലം, ഇതെല്ലാം പപ്പാതി എനിക്ക് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതെല്ലാം കൂടെ എന്നാ ചെയ്തു തന്നെ. അപ്പോഴാണ് ഹൈവേക്ക് അടുത്തൊരു സ്ഥലം ഉണ്ട്, പക്ഷെ അത് എൻ്റെ ബ്രദറിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി മുഴുവൻ ബ്രദറിന് കൊടുത്തു, പക്ഷെ എനിക്ക് ആ സ്ഥലം തന്നാൽ മതി. അപ്പോൾ അവനോട് ചോദിച്ചു നിനക്ക് അത് എന്തിനാണ്? ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും ഞാൻ വിറ്റ് ഒരു കാര്യത്തിന് ഉപയോഗിക്കില്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കും. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ദൈവത്തിന് നിശ്ചയിക്കുന്ന അനുസരിച്ചാണ്. അതിന് അങ്ങനെ വന്നപ്പോൾ ഫാദർ സന്തോഷമായി, ബാക്കി മുഴുവൻ ബ്രദറിന് കൊടുത്തിട്ട് എനിക്കിത് എഴുതുന്നു. പക്ഷെ ആ പ്രോപ്പർട്ടി പിന്നീട് എന്താ ചെയ്യേണ്ടത് ഞാൻ പല രീതിയിൽ ആലോചിച്ചു. ചില റിലീജിയസ് കോൺഗ്രിഗേഷൻസിനോട് ഏതെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയോ അല്ലാതെയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു, അവരാരും ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയം സോഷ്യൽ സർവീസസ് സൊസൈറ്റി ഡയറക്ടറായിരുന്ന മൈക്കിൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, അച്ഛനോട് കൂടി കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്താൽ ഞങ്ങൾ ബാക്കി ഇട്ടിട്ട് നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാകാം. ഞാൻ ആ പേര് സജസ്റ്റ് ചെയ്ത് ഗുഡ് സമരിറ്റൻ എന്നുള്ളത്. ഞാൻ 1 കോടി രൂപ അതിന് കൊടുത്തു, ഈ ലാൻഡ് കൂടാതെ. അന്ന് ലാൻഡിന് തന്നെ 7 കോടിയിലധികം വിലയുള്ളതാണ്. അപ്പം ബാക്കി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഞങ്ങൾ ഇട്ട് 2 കോടിയിലധികം വിലയുള്ള ചിലവുള്ള ഒരു ഗുഡ് സമരിറ്റൻ സെൻ്ററിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ആ സമയത്താണ് ദൈവപരിപാലനയിൽ സെൻസ് ഇൻ്റർനാഷണൽ അതിൻ്റെ ഇന്ത്യ വിങ് കേരളത്തിൽ എവിടെയെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള, വെറും ഭിന്നശേഷിക്കാരല്ല, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള, ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ആണ്, ഡെഫ് ബ്ലൈൻഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെൻ്ററായിട്ട് ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ലാൻഡും ബിൽഡിംഗ് അവർ തരികയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ബിൽഡിങ് നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ അവരാണ് പിന്നെ അതിന് വേണ്ട ബാക്കി സെൻസ് റൂമും ചിൽഡ്രൻസ് പാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഫണ്ട് തന്ന് ബാക്കി ഡെവലപ്മെൻറ്റുകൾ അതിനകത്ത് വരുത്തുകയും സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കുകയും സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അത് നല്ല രീതിയിൽ തുടങ്ങി. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾ സ്വയം പര്യാപ്തമാകണം. അതുകൊണ്ട് ആദ്യകാലത്ത് അവർ തന്ന ഫണ്ട് 100%, 75% ആക്കി, 50% ആക്കി. അപ്പോൾ ആ ട്രെൻഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോയാൽ ഇത് നിന്ന് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് സെൽഫ് ഫൈനാൻസിങ് ആക്കാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. ഞാൻ എപ്പോഴും ഈ ഫ്യൂച്ചർ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഡിറ്റോറിയം പണിയാം. അപ്പോൾ അത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിരിക്കണം, AC റൂമുള്ള അല്ലെങ്കിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടായിരിക്കണം എന്ന് ഞാൻ തന്നെ രൂപതയുടെ താല്പര്യം കൊടുത്തു. പക്ഷേ എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് രൂപത എനിക്ക് അത് ലോൺ തന്നുകൊണ്ട്, ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ലോണുണ്ട്, അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോൺ തന്നുകൊണ്ട് അത് ഏതാണ്ട് 7 കോടിയോ മറ്റോ മുടക്കിയാണ് അത്രയും ഓഡിറ്റോറിയം പണിയുന്നത്. അപ്പോൾ അതിൻ്റെ 2 നിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഇൻകം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി നടക്കുന്നത്. നമ്മൾ ആ ഒരു ക്യാമ്പസിലെത്തുമ്പോൾ അതിന് ഇട്ടിരിക്കുന്ന പേര് മുത്തോലത്ത് നഗർ എന്നുള്ളൊരു പേരാണ്. അച്ഛനാണ് ആ ഒരു പേരിട്ടത്, അല്ലെങ്കിൽ പേരിടാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നത്? അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത് അന്ന് മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവായിരുന്നു. അപ്പോൾ പിതാവ് വന്ന് ഈ ക്യാമ്പസൊക്കെ കണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നടത്തിയ ഉദ്ഘാടന സമ്മേളനത്തിൽ മുലക്കാട്ട് പിതാവ് അവിടെ ഉണ്ട്. അപ്പോൾ മുലക്കാട്ട് പിതാവിനോട് പരസ്യമായിട്ട് പറഞ്ഞു ഇത് ഈ ക്യാമ്പസിന് മുത്തോലത്ത് നഗർ എന്ന് പേരിടണം, അത് പിതാവ് തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് പിന്നെ രൂപതയുടെ പാസ്റ്റർ കൗൺസിലിനും കൂടെ ചർച്ച ചെയ്തിട്ടാണ് പിന്നെ ആ പേര് വേണ്ടി നൽകിയത്. അവിടെ തന്നെ മറ്റൊരു സ്ഥാപനം ഉണ്ടല്ലോ, ഇമ്പാക്ട് സെൻറ്റർ, അതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഇമ്പാക്ട് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് എൻ്റെ ഒരു കസിനൊക്കെ ആവശ്യപ്പെട്ടു, ഞങ്ങളൊക്കെ വലിയ വീട് വെച്ച് വെക്കും. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാം പാറ്റായും പല്ലിയും പിന്നെ എല്ലാം ചുക്കിലിയും പിടിച്ച് പിന്നെ അത് മുഴുവൻ ക്ലീൻ ചെയ്ത് പിന്നെ അത് മുഴുവനും
വേറെ ജോലിക്കാരെ വെച്ച് അല്ലെങ്കിൽ അടിച്ചുവാരി ഞങ്ങൾക്ക് താമസയോഗ്യമാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സമയം കളയും. ഞങ്ങൾക്ക് വരുമ്പോഴേ കയറി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ആയി പോകും, വാട്ടർ ഡിസ്കണക്ട് ആയി പോകും. അങ്ങനെ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്നവർക്ക് 2 ആഴ്ചയോ 1 മാസമൊക്കെ താമസിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടാകുമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ടാണ് ആ ലൈനിൽ ചിന്തിച്ചു. കാരണം അത് ഉണ്ടായെങ്കിൽ ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നവർക്കും വിവാഹത്തിനൊക്കെ വരുമ്പോൾ അവർക്കും ഇങ്ങനെയുള്ള ഡ്രസ്സ് മാറാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ചാപ്പലും, അതുപോലെ തന്നെ VIP-കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പ്രത്യേക ഡൈനിങ് റൂം, സ്പെഷ്യൽ അഡീഷണൽ ഡൈനിങ് റൂം ഒക്കെ വേണ്ടി വരുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ആർക്ക്, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി. ആ ഒരു അർത്ഥത്തിലാണ് ഇമ്പാക്ട് സെന്റർ എന്നുള്ള പേര് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അത് രൂപത അത് അംഗീകരിച്ചു. ഓക്കെ അച്ഛാ, നമുക്കിനി കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അമേരിക്കയിലേക്ക് ഒന്ന് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ ആ ഒരു 2000 ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് എത്തുന്നു. വിവിധ ഇടങ്ങളിൽ അച്ഛൻ ജ്ഞാനായ മിഷനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഇപ്പോൾ ചിക്കാഗോ രൂപത അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു പടവ് പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ, ആ മിഷൻ്റെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ഇത്തരം മിഷനുകൾ ആരംഭിക്കുവാൻ അച്ഛൻ അഭിമുഖീകരിച്ച ആ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ ആകസ്മികമായിട്ടാണ് ഈ ഒരു വികാരിയനാളാകുന്നത്. 2001 രൂപത എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അഭിമന്യമാർ ജെയ്ക്ക് പങ്കാളിത്ത പിതാവ്, ഇപ്പം ഞങ്ങളുടെ ആളുകളുടെ ആഗ്രഹമായിരുന്നു ജ്ഞാനായക്കാർക്ക് ഒരു വികാരിയനാൾ വേണമെന്നുള്ളത്. അത് കുന്നശ്ശേരി പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മറ്റാളുകളും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാനന്ന് ലോസ് ആഞ്ചലസിലാണ്. അതുകൊണ്ട് ഒരു രൂപതയായിട്ട് പിതാവുമായിട്ട് എനിക്ക് വലിയ കണക്ഷനൊന്നുമില്ല. എങ്കിലും കുന്നശ്ശേരി അങ്ങാടിത്ത പിതാവ് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വികാരിയനാളാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പൊസിഷനായിരുന്നു. എങ്കിലും പിതാവും കുന്നശ്ശേരി പിതാവും കൂടെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനതിന് സമ്മതിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ അത് ഭംഗിയായിട്ട് നിർവഹിക്കണമെന്ന നിർബന്ധമുള്ള ഒരാളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ സമുദായം നിലനിൽക്കണം എന്ന വരിയിൽ അന്ന് സംഘടനകളാണ്. അപ്പം എല്ലാ സ്ഥലത്തും സംഘടനയുണ്ട്, 21 സംഘടനയുണ്ട്. പക്ഷേ 8 സ്ഥലങ്ങളിലെ മിഷനുകളുള്ളൂ. പക്ഷേ ഈ മിഷനുകളെല്ലാം ലത്തീൻ സഭകളുടെ കീഴിലാണ്. അപ്പോൾ സംഘടനകളാണ് ഈ മിഷനുകളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. കാരണം ലത്തീൻ സഭയുടെ അംഗീകാരം ഉണ്ടെന്നേ ഉള്ളൂ. അച്ഛന്മാരെ രൂപതയിൽ നിന്ന്, കോട്ടയം രൂപതയിൽ നിന്ന് വിടുന്നു, ലത്തീൻ മെത്രാന്മാരെ നിയമിക്കുന്നു. അപ്പോൾ ആ ഒരു രീതി വിട്ടിട്ട് നമ്മളുടേതായിട്ടുള്ള മിഷനുകൾ ഉണ്ടാകണം, പള്ളികൾ വാങ്ങിച്ച് ഇടവകളായിട്ട് വളരണം എന്നുള്ള ഒരു ദീർഘവീക്ഷണം എനിക്കുണ്ടായി. ഞാനത് അച്ഛന്മാരുമായിട്ട് പങ്കുവെച്ചു. അച്ഛന്മാരും അതിനോട് താല്പര്യപ്പെട്ടു. ഇന്ന് വളരെ കുറച്ച് അച്ഛന്മാരേ ഉള്ളൂ. പക്ഷേ അൽമായർ ബഹുഭൂരിപക്ഷവും അതിനോട് ആശയപരമായിട്ട് അഭിപ്രായ ഭിന്നതയുള്ളവരായിരുന്നു. അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 21 സ്ഥലത്തും ഓരോ കമ്മ്യൂണിറ്റി സെൻ്ററുകൾ ഉണ്ടാകുക, മൾട്ടി പർപ്പസ് കമ്മ്യൂണിറ്റി സെൻ്റർ. അപ്പോൾ അവിടെ കുർബാനയും ചെല്ലാം, അവിടെ കൾച്ചറൽ പ്രോഗ്രാം നടത്താം, ആഘോഷങ്ങൾ നടത്താം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. കാരണം 2 ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടുമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ അതിന് വിപരീതമായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സഭയാണ് പ്രധാനം. നമ്മുടെ നാട്ടിൽ ആദ്യം പള്ളികളാണ് ഉണ്ടാവുക. പള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ പള്ളിയുടെ പോഷക സംഘടനയായിട്ടാണ് സംഘടന ഉണ്ടാവുക. പക്ഷെ അവരുടെ ആഗ്രഹം അതല്ല, സംഘടന ഉണ്ടാകണം, സംഘടനയുടെ പോഷക സംഘടനയായിട്ട് അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ആ ഒരു അഭിപ്രായ ഭിന്നത ഞങ്ങളുടെ ആളുകളുമായിട്ട് കുറേ സ്ഥലങ്ങളിലുണ്ടായി. കുറേ പേര് എന്നോട് യോജിക്കുന്നു, കുറേ പേര് എന്നോട് വിയോജിക്കുന്നു. അതൊരു പ്രതിസന്ധിയായിരുന്നു. അതെങ്ങനെ തരണം ചെയ്തു വെച്ചാൽ? പിന്നെ തരണം ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് വീണ്ടും എൻ്റെ മീഡിയയാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ആളുകൾ അന്ന് യാഹൂ ഗ്രൂപ്പുകളിലൂടെയാണ് എനിക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇതിനെതിരായിട്ടൊക്കെ പ്രചരണങ്ങൾ നടത്തുക. അപ്പോൾ അവരവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണക്കാക്കിയിട്ട് അതിനുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷനോട് തയ്യാറാക്കും. അതെ. എന്നിട്ട് ഞാൻ ഈ അസോസിയേഷനിലെ ഭാരവാഹികളെ വിളിച്ചിട്ട് പറയും. കാരണം എനിക്ക് ഓരോ സ്ഥലത്തും പോയി ആളുകളെ സംഘടിപ്പിക്കാൻ എനിക്ക് ഇല്ല, കാരണം അവരുടെ ലിസ്റ്റിൻ്റെ ഇല്ല. അപ്പോൾ അവരോട് ഞാൻ പറയും, ഞാൻ അവിടെ വന്നാൽ ജസ്റ്റ് ഞാൻ ആളുകളോട് സംസാരിക്കാം, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മിഷൻ തുടങ്ങാം. അപ്പോൾ ഇവർക്കറിയാം അച്ഛൻ വന്ന് പറഞ്ഞാലൊന്നും ഇവിടെ മിഷൻ തുടങ്ങാൻ പോകുന്നില്ല. പക്ഷേ അച്ഛൻ വന്നൊരു വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം വന്നോളൂ. അപ്പം ഒരു കുർബാന വെച്ച് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയത് മുഴുവനും ഒരു 1.5 മണിക്കൂർ കൊണ്ടും അവതരിപ്പിക്കും. ഇതെല്ലാം അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാൻ പറയും. അപ്പോൾ മിക്കവാറും ആൾക്കാരും പറയും, ഞങ്ങൾക്ക് പറയാനുള്ള സംശയങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു തരുന്നു. അപ്പോൾ ഞാനത് പേപ്പർ കൊടുത്തിട്ട് പറയും, ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മിഷൻ തുടങ്ങിയാൽ എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടാകും. നമുക്ക് കാറ്റഗിസം തുടങ്ങാം, നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം കൂടുതലായിട്ടുണ്ടാകും, നമുക്ക് വേണമെങ്കിൽ ഫുൾ ടൈം അച്ഛനെ വെക്കാം. അപ്പോൾ അവർ ചോദിക്കും, അച്ഛനെ കൊണ്ടുവന്നാൽ ഇത് മാത്രം എക്സ്പെൻസ് വരും. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കുക, പക്ഷേ നമ്മൾ ക്രമേണ അത് നമ്മൾ ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മിഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒപ്പിടാൻ പറയും. അപ്പോൾ ആ ആവേശത്തിൽ എല്ലാവരും കൂടെ ഒപ്പിട്ട് തരും. അത് ഞാൻ പിതാവിൻ്റെ കൊണ്ടേ കൊടുക്കും, പിതാവ് അങ്ങാടിത്തുവാൻ്റെ കൊടുക്കും. അപ്പോൾ പിതാവ് പിന്നെ
മിഷൻ സ്ഥാപിക്കും. അച്ഛന്മാരെ ഉള്ളിടത്താണെങ്കിൽ അച്ഛന്മാരെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ ഡയറക്ടറായിട്ട് ആദ്യം വെച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും മിഷൻ ആരംഭിക്കായിരുന്നു.